ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഉള്ള എൻ്റെ വീട്ടുപണികളും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എല്ലാവരും വന്നപ്പോഴുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. എല്ലാവരും 3 ദിവസം ഇവിടെ ഉണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം എല്ലാവരും വന്നപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം വെള്ളിയാഴ്ച രാവിലെ ചേച്ചിമാർ എല്ലാവരും ഇല്ല, 3 ചേച്ചിമാർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചേച്ചി മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ പിന്നെ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് അവരെത്തിയത്. അപ്പോൾ ഒരു 3 ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. അതിൽ അവർ പോകുന്നത് വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുള്ളത് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരാറുണ്ട്. ഇന്നിപ്പം ഫാമിലി ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് നല്ല കാറ്റൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം പുറത്ത് ചെറിയ ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ ഒരു മാവുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ കൊമ്പ് ഇങ്ങനെ പൊട്ടാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. ഞാനും ചെറിയ ചേച്ചിയും പിന്നെ ഇവിടുത്തെ ഏടത്തിയമ്മയാണ് കേട്ടോ. വലിയ ഏടത്തിയമ്മയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മരത്തിൻ്റെ ചവിട്ടിക്ക് അങ്ങോട്ട് പോയി നോക്കിയതാണ് കേട്ടോ. പിന്നെ അത് വീണതൊന്നുമില്ല കേട്ടോ. അതിൽ ആ ഒരു കൊമ്പിൽ നിറയെ ഇത്തിൽക്കണ്ണി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണെന്ന് തോന്നുന്നു, അതിൻ്റെ കനം ഒക്കെ കാരണം തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ കുട്ടികൾ കണ്ണിമാങ്ങയൊക്കെ കാറ്റത്ത് ഇങ്ങനെ വീഴുണ്ടായിരുന്നു കേട്ടോ. കാറ്റ് അത്രയ്ക്ക് നല്ല കാറ്റായിരുന്നു. അപ്പോൾ കണ്ണിമാങ്ങ വീണതൊക്കെ കുട്ടികൾ പെറുക്കി കൊടുന്നതാണ് കേട്ടോ. കേടുള്ളതല്ല, അല്ലാണ്ട് കാറ്റത്ത് വീഴില്ല അത് കേട്ടോ. അവർ ഉപ്പും മുളകൊക്കെ ഇടുന്നുണ്ട്. പിന്നെ വേറൊരു മാവുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് മാങ്ങ വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അവർ കഴിക്കാൻ വേണ്ടിയിട്ട്, ഉപ്പും മുളകൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവർ തന്നെ അത് കഷ്ണങ്ങളൊക്കെ ആക്കി പാത്രത്തിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ചേച്ചിയും ഞങ്ങളെല്ലാവരും അടുക്കളയിൽ ഓരോരോ ജോലികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പകുതി രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഉച്ചയ്ക്കൊക്കെ ഉള്ള കുറച്ച് പാചകത്തിൻ്റെയൊക്കെ പരിപാടികളിലാണ് കേട്ടോ. അപ്പം 3 ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം പാടെയാണ് കേട്ടോ. ഇത് അച്ഛൻ്റെ ആണ്ട് ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ഒരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശനിയാഴ്ച അവർ ബലിയിട്ട് വന്നു. അതിനുശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ചോറ് വയ്ക്കുകയാണ്. ചോറും പിന്നെ രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പോൾ പിന്നെ വേറെ കറികളൊന്നും വെക്കണില്ല. അത് എടുത്തിയമ്മയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ അടുക്കളയിൽ രാവിലെ ഇവർ വരുന്നവരെ കുട്ടികൾക്ക് എല്ലാവരും ഉണ്ട്. അപ്പം ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു സാമ്പാറുണ്ട്. അപ്പോൾ വേറെ ഇനി കറി ഒന്നും വെക്കണില്ല. അപ്പോൾ ചോറ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പേരിക്ക് കയപ്പയ്ക്കയാണ്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അരിഞ്ഞു വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അടുപ്പത്ത് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് വന്ന് ഇരിക്കുന്നതാണ് കേട്ടോ. ചേച്ചി ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുട്ടികൾ പൊന്നും വാവയും കൂടെ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടെ അടുത്തൊരു കട ഉണ്ടായിരുന്നു, അത് ഇപ്പം ഇല്ല കേട്ടോ. അത് ആ കട ഇപ്പം അടച്ചിന് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് എപ്പോഴും പോകാറുള്ളത് കേട്ടോ. ഞങ്ങൾ ഈ വീടിൻ്റെ മുന്നിലുള്ള പാടം കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്തെ ഒരു കട ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. അപ്പോൾ ഇവർ അവർ സ്കൂളിലേക്കൊക്കെ പോവില്ല, ആ ഒരു വഴി അവിടെ ഒരു കടയുണ്ട്, അങ്ങോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അനുമോളോട് പറയാതെ പോയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾ പിന്നെ അവർ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാനും കുട്ടികളും കൂടെ അങ്ങോട്ട് പോരാണ് കേട്ടോ. വാവയും പൊന്നും ഒറ്റയ്ക്ക് അവർ ഒപ്പമാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് അവർ തിരഞ്ഞു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തു കൂടെയാണ് പോരുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഇത് കൂടെ പോകാം. ആദ്യം വഴിയൊന്നും വാങ്ങാത്ത ഒരു സമയത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ സൈഡിൽ കൂടെ അങ്ങനെയൊന്നും കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്കൊക്കെ വരാറുണ്ടായിരുന്നത്. ഇപ്പം വഴി വാങ്ങിയതിന് ശേഷമാണ് വഴി കൂടെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നത്. കനാലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കനാലിൻ്റെ സൈഡിലുള്ള പുല്ലുകളൊക്കെ ഇപ്പോൾ വെട്ടിയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു പഞ്ചായത്ത് പണിക്കാരൊക്കെ വന്നിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും ചേച്ചിയുടെ ചെറിയ മോളും പിന്നെ ഉണ്ണിക്കുട്ടനും ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ വാവയും പൊന്നും കുറച്ച് നേരമായിട്ടാണ് കുറച്ച് നേരമായിട്ടോ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടോ. അപ്പം ഇവിടെ ഒരു മുള്ളുംപഴത്തിൻ്റെ ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിറയെ മുള്ളുംപഴം ഉണ്ട്. കുറേയൊക്കെ വഴിയുടെ ആ ഒരു സൈഡിലേക്ക് താഴ്ന്നു നിന്നുകൊണ്ടാണ് തോന്നുന്നു അതൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ല മൂത്തതൊക്കെയാണ് കേട്ടോ. വെട്ടി മാറ്റിയ കൊമ്പുകളിലൊക്കെ നിറയെ മുള്ളുംപഴം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം അങ്ങനെ നിന്നതാണ്. നല്ല വെയിലുണ്ടാകുന്നു കേട്ടോ. ഉച്ച ആ ഒരു സമയത്താണ്. വീട്ടിലത്തെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു കമ്പിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിലേക്കൊക്കെ നടന്നു പോണ ആ ഒരു ടൈമിലൊക്കെ നമ്മളൊരു ഇപ്പോഴത്തെ പോലെയൊന്നുമല്ലല്ലോ, കാടിൻ്റെ ഭാഗത്തു കൂടെയൊക്കെ അല്ലേ പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോഴൊക്കെ മുള്ളുംപഴം അങ്ങനെ പറിച്ച് തിന്നതൊക്കെ ഓർമ്മ വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ ആടിനെ മേയ്ക്കാൻ പോണ സമയത്തൊക്കെ ഇങ്ങനെ മുള്ളുംപഴമൊക്കെ പറിച്ച് കൊണ്ടുവന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. പിന്നെ റോഡിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വീടിൻ്റെ മുൻപിൽ ഇതങ്ങനെ ഈ കാട്ടിലുണ്ടാവുന്ന സൂര്യകാന്തി തോന്നുന്നു. ഇത് ചെടിയാണോ എന്താണെന്നറിയില്ല. ആദ്യം മുതൽ കാണുന്നതാണ്. സാധാ സൂര്യകാന്തി ഇങ്ങനത്തെ അല്ലല്ലോ, ഇതും സൂര്യകാന്തി തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എപ്പോൾ പോകുമ്പോഴും ഇതിലൂടെ വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം കുട്ടികളുമായിട്ട് ഇപ്പോൾ പോന്നപ്പം കുറച്ച് നേരം അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നു. അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചു കേട്ടോ. ഇതിൻ്റെ ഒരു തൈ മാത്രമായിട്ട് കിട്ടാനൊന്നുമില്ല, ഒരു വലിയ മരം പോലെ അങ്ങനെ വളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിങ്ങനെ വീഡിയോ എടുത്തതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാവയും പൊന്നൊക്കെ കടയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതാ കണ്ടോ, ഇവിടെയാണ് കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകണ ആ ഒരു സമയത്ത് സ്കൂൾ ബസ് കാത്ത് നിൽക്കുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പം അവർ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ കടകളുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരികയാണ് കേട്ടോ. അവരെന്തോ മിഠായിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അവർ രണ്ടാളെയും അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ നല്ല വെയിലാണെങ്കിലും ഇങ്ങനെ ഇതൊക്കെ കൂടെ ഇങ്ങനെ നടന്നു വരാൻ നല്ല രസമാണ് കേട്ടോ. വെയിലാണ്. പിന്നെ കുറേയായി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് ഒറ്റയ്ക്കല്ല, കുറേയായി ഇങ്ങനെ നടന്നു വന്നിട്ടില്ല. ആദ്യമൊക്കെ പൊന്നൂനൊക്കെ സ്കൂളുണ്ടാവുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവനെ ആക്കാനൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഇത് കൂടെ. ഇപ്പോൾ കുട്ടികളൊക്കെ അനുമോൾക്ക് ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാ പണികളും എല്ലാം ഒരുങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. വെറുതെ നടന്നിങ്ങനെ വരാനൊരു രസം. അപ്പം ഞങ്ങൾ പിന്നെ കുട്ടികളെ കൂട്ടിയിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ പോണ വഴിക്ക് കുറച്ചും കൂടെ മുള്ളുംപഴം എടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ വീണ്ടും അതിൻ്റെ സൈഡിലായിട്ട് വെട്ടിയിട്ടതൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിക്കാമെന്ന് കരുതി. ഉണ്ണിക്കുട്ടനെ അവിടെ ഫോണിൽ കളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വന്നിട്ട് കുറച്ചും കൂടെ മുള്ളുംപഴം പറിച്ചു കേട്ടോ. കുറേയൊക്കെ പഴുത്തതും ഉണ്ട്, അല്ലാതെ പഴുക്കണേൻ്റെ മുന്നേ ചെനച്ചതെന്ന് പറയില്ലേ, അതും ഉണ്ട്, പച്ചയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പറിച്ചു. ഇതുണ്ടോ ഇപ്പുറത്തെ സൈഡിൽ വെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മൂത്തതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ എന്ന് പറയുന്നത് 10ാമത്തെ വർഷമാണ് കേട്ടോ. 10ാമത്തെ വർഷത്തെ ആണ്ടാണ്. അപ്പം എല്ലാവരും ഉണ്ട്. എല്ലാവരും കുറേ ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ വലിയൊരു കുടുംബമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. ചേച്ചിമാരുടെ മക്കളുടെ മക്കളും അങ്ങനെയൊക്കെ എല്ലാവരും വരാറുണ്ട്. പ്രാവശ്യം അങ്ങനെ അധികം ആളൊന്നുമില്ല. എല്ലാവർക്കും ഒന്നും വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ്ട് ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വീടുകളാണ് കേട്ടോ അതൊക്കെ. പിന്നെ കനാലിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൊന്നും വാവയ്ക്ക് ഇവിടെ വന്നിട്ടാണ് ചൂണ്ടയിടുന്നതൊക്കെ കേട്ടോ. അപ്പം കുറച്ചിങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി നിന്നതാണ് കേട്ടോ. മീനുണ്ടോയെന്നില്ലേ എന്നൊക്കെ നോക്കി നിന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ തീറ്റപ്പുല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ചേച്ചിമാരൊക്കെ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ
ഉള്ളിയും വെളുത്തുള്ളി അങ്ങനെ അതൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ വൈകുന്നേരത്തേക്കുള്ളത്. അപ്പോൾ അവർ ഇങ്ങനെ അത് നിരക്കിയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഉച്ചത്തേക്കുള്ള പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ചേച്ചി അടുത്ത് വന്നിരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ വന്നിരിക്കാൻ. അപ്പോൾ ചേച്ചിയും ഇപ്പം അടുത്ത് വന്നിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ വന്നതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ തിണ്ടത്ത് ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി കുട്ടികൾ കൊണ്ടുവന്ന മിഠായി കൊണ്ടുവന്ന് പുളിയിഞ്ചിയാണ് തോന്നുന്നു, അത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും കാണുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇല പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ. ഇല കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ ചേച്ചി മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇലയൊക്കെ മുറിച്ച് തരുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. പിന്നെ അപ്പം അവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഇത് ചെറിയ ചേച്ചിയുടെ ഭർത്താവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്കത്തിനുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുട്ടികൾ മാങ്ങയൊക്കെ പറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതുകൊണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഇത്. അപ്പോൾ അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചോറും കറികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചമ്മന്തിയും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചേച്ചി ചമ്മന്തിയൊക്കെ അരക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ ഇങ്ങനെ ഒത്തൊരുമിച്ചിട്ടാണ് കേട്ടോ കൂടാറുള്ള. എല്ലാവരും ഒന്നിച്ചാണ് തറവാട്ടിലാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. എല്ലാവരും ഒരുമിച്ചായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചമ്മന്തിയും കൂടെ അരച്ചതും കൂടെ കൊടുക്കാൻ നിൽക്കാണ്ട്. അപ്പോൾ ചേച്ചി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചോറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കണ്ടേ. ഞാൻ അവർക്ക് വിളമ്പി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തത്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുക മാത്രമല്ല കേട്ടോ. പിന്നെ അവർ രണ്ടാമതും പിന്നെ ചോറ് കൊടുക്കുന്നുണ്ട്. അവിടെ ഏട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ വെച്ചിട്ടുള്ള സാമ്പാറാണ്. അതിൽ തേങ്ങ ഇല്ല കേട്ടോ. തേങ്ങ ഇവിടെ ഇല്ല, പിന്നെ കടയിൽ നിന്നൊന്നും പോയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത ഒരു സാമ്പാറാണ്. പിന്നെ കയ്പ്പയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കുള്ളൂ കേട്ടോ കാര്യമായിട്ടുള്ള അതൊക്കെ വയ്ക്കുക. അപ്പം അന്നത്തെ ദിവസത്തെ ആ ഒരു വീഡിയോ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുത്തത്. തലേദിവസം മേടിച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് പിന്നെ രാവിലത്തേക്ക് കറിയാക്കിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പൊറോട്ടയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് പൊറോട്ടയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ചിക്കൻ്റെ കറി. ഇത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ബലിയിടലൊക്കെ ശനിയാഴ്ച രാവിലെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തേക്കാണ് പിന്നെ ഭക്ഷണം ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കി വന്നിട്ടുള്ള പിന്നെ അതാണ് കേട്ടോ ചിക്കൻ്റെ. അത് പിന്നെ രാവിലേക്ക് കറിയാക്കി. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അതുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്കിനുള്ള കറിയൊക്കെ ഉണ്ടാക്കലാണ് കേട്ടോ. അവിടെ സാമ്പാർ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഉച്ചത്തേക്കിനും. അപ്പോൾ അത് ചേച്ചിമാരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് കുട്ടികളൊക്കെ ആടിയിരുന്ന ആ ഒരു ഊഞ്ഞാലില്ലേ, അതിൽ ആടുകയാണ് കേട്ടോ. ചേച്ചിമാരാണ്, അവർ വന്ന് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഊഞ്ഞാലാടും, പിന്നെ ഡാൻസ് കളിക്കും, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ചേച്ചിമാരൊക്കെ ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ അവരെല്ലാം ഊഞ്ഞാലാടലൊക്കെ കഴിഞ്ഞിട്ട്, ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ അതിൽ വടി കെട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ടാണ് ആടേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ എടുത്തേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആടേണ്ടത്. അപ്പം ആടിയത് വലിയ ഏട്ടൻ്റെ മകളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നാൽ പിന്നെ ഒരു ജഗപക മേളം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല രസമാണ്. അങ്ങനെ
പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ കഥ പുറത്താണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അവരാകെ എന്താ പുറത്താണ് കേട്ടോ എല്ലാവരും. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ചേച്ചി എന്താ കോറപ്പൊടി ഉണ്ടാകുന്നു കേട്ടോ, അതായത് റാഗിപ്പൊടി. അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് കുറച്ച് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ചെറിയ ഏടത്തിയമ്മയാണ് കേട്ടോ അത് റാഗി തരിക്കണത്. അത് ചെറിയ ഏടത്തിയമ്മയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. പിന്നെ ചേച്ചി ചുരിദാർ ഇട്ട് നോക്കാം കേട്ടോ. ചേച്ചിയുടെ ചുരിദാർ അത് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം അത് ഇട്ട് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ ചേച്ചി ഇതാ മെഷീനിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഷേപ്പാക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി മെഷീനിൽ ഇരുന്നിട്ടുണ്ട്, അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം റാഗി തരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വലിയ ഉരുളിയിലാക്കിയിട്ടാണ് കേട്ടോ, എല്ലാവർക്കും പാടുള്ളതാണ്. അപ്പോൾ അത് വലിയ ഉരുളിയിലാക്കിയിട്ടാണ് കേട്ടോ വിരകി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വിറകടുപ്പിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് വെല്ലമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെല്ലം, പിന്നെ പഴം ഉണ്ടായിരുന്നു, അതും പിന്നെ പാലും ഒക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പഴം എന്ന് പറയുന്നത് ഇവിടെ പഴം 2-3 പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ ഉച്ചക്കത്തിനുള്ള ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത്. പിന്നെ ചേച്ചിമാരൊക്കെ പോകേണ്ട ആ ഒരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, റാഗി കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും അടുക്കളയിൽ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, അങ്ങനെയാണ്. പിന്നെ ആ ഒരു കറുപ്പ് ചുരിദാറില്ലേ, അത് ഏട്ടൻ്റെ മകളാണ് കേട്ടോ. അവളും കുട്ടികളുമാണ് വന്നിട്ടുള്ളത്. അവൾക്ക് 3 കുട്ടികളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ വലിയ ഏട്ടന് കാലിന് ഒരു കമ്പിയൊക്കെ തട്ടിയിട്ട് ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് കാല് കൊണ്ട് നടക്കാനും വയ്യ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കമ്പി തട്ടിയതുകൊണ്ട് തന്നെ അതൊരു TT ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പം ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എല്ലാവരും പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായി, എല്ലാവരും കൂടെ. പിന്നെ ഏട്ടന്മാർ അവരൊക്കെ അവരവരെ വീട്ടിലേക്കും പോയി. അടുത്ത് തന്നെയാണ് കേട്ടോ അവരുടെ 2 ഏട്ടന്മാരും വീട് അടുത്ത് തന്നെയാണ് ഉള്ളത്. അങ്ങനെ വൈകുന്നേരം എല്ലാവരും പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എന്നും ഒരുപോലുള്ള വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എടുത്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.